നമ്മുടെ വിദ്യാലയങ്ങളിൽ കുട്ടികൾ നല്ല രീതിയിൽ ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്. ഇല്ല എന്ന് പറഞ്ഞ് നമുക്ക് ആശ്വസിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ കാര്യത്തിൽ നോക്കൂ, ഒരു കോളേജിലേക്ക് പോകുന്ന, അതായത് ബിരുദത്തിന് പോകുന്ന ഒരു കുട്ടി, അവൻ അല്ലെങ്കിൽ അവൾ 18 വയസ്സിലാണ് ആ കോളേജിലേക്ക് പോകുന്നത്. അതായത് ടീനേജ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവരുടെ മനസ്സും വളരെയധികം ഇമ്മച്ചുറായിരിക്കും. ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ ടീച്ചർ വഴക്ക് പറഞ്ഞെന്നോ മാർക്ക് കുറഞ്ഞെന്നോ, അതുമല്ലെങ്കിൽ എന്തെങ്കിലും ബുള്ളിയിങ് ഉണ്ടായിക്കഴിഞ്ഞാലും ഒക്കെ ആ കുട്ടികളുടെ മനസ്സ് വല്ലാതെ വേദനിക്കും. പ്രത്യേകിച്ചും പെൺകുട്ടികൾ, അവർക്ക് അത് വീട്ടിൽ തുറന്നു പറയാനുള്ള ഒരവസരം പോലും കിട്ടില്ല. കാരണം അങ്ങനെയാണല്ലോ നമ്മുടെ വീട്ടിലെ പാരൻസ് മിക്കവാറും ഇപ്പോഴൊക്കെ പറയുന്നുണ്ടെങ്കിലും രണ്ടുപേർക്കും, ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരേ സമനിലയിൽ തന്നെയാണ് ഞങ്ങൾ നോക്കുന്നത് എന്ന് പറയുന്നെങ്കിലും അവിടുത്തെ തറവാട്ടമ്മയും അതുപോലെ തന്നെ മീശപിരിയൻ അച്ഛനും ഈ കുട്ടികളെ കേൾക്കാൻ പോലും താല്പര്യപ്പെടില്ല. എല്ലാം കുട്ടിയുടെ പ്രശ്നം എന്നായിരിക്കും അവർ പറയുക. അധ്യാപകരൊക്കെ നല്ലവരാണ്, കൂടെ പഠിക്കുന്നവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു പോ. ഇതാണ് ഓരോ കുട്ടിക്കും കിട്ടുന്ന ഉപദേശം. ഞാൻ പെൺകുട്ടികളുടെ കാര്യത്തിലേക്ക് വരട്ടെ. പെൺകുട്ടികളും ഇതുപോലെ തന്നെയാണ്. അവർക്ക് ആരോടെങ്കിലും തുറന്നു പറയാനൊരു മനസ്സ് വേണം. അതിന് പറ്റുന്നില്ല അവർക്ക്. ടീച്ചേഴ്സ് അവരെ ചിലപ്പോൾ ഗവനിക്കാറില്ല. പിന്നെയോ വീട്ടിൽ ചെന്നാൽ അമ്മ പറയുന്നത് എന്താണ്? അമ്മ കുറേ ഉപദേശം കൊടുക്കും. നീ പെണ്ണല്ലേ, വേറൊരു വീട്ടിലേക്ക് കെട്ടിച്ചയക്കേണ്ടതല്ലേ, നീ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്നുള്ള രീതിയിൽ. മനസ്സിലായോ? പിന്നെ പെൺകുട്ടികളെ ബാധിക്കുന്ന വേറൊരു കാര്യമുണ്ട്. അതായത് മെൻസ്ട്രൽ സൈക്കിളിൻ്റെ അവസാന ഭാഗത്ത്, അതായത് ഹോർമോൺസ് കുറയുന്ന സമയത്ത് അവർക്ക് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരാറുണ്ട്. അസുഖമൊന്നുമല്ല, നാച്ചുറലായിട്ട് വരുന്നതാണ്. ശരീരത്തിലെ ഫീമെയിൽ ഹോർമോൺസ് കുറയുമ്പോൾ അവർക്ക് ആൻസൈറ്റിയും ടെൻഷനും, അങ്ങനെ ഭയങ്കര ടെൻഷനും ഭയങ്കര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, മാനസികമായിട്ട് വല്ലാതെ നെർവസ് ഇറിറ്റബിലിറ്റിയും ഒക്കെ ഉണ്ടാവും. ശാരീരികമായിട്ടും വേദനകളും മറ്റുമൊക്കെ ഉണ്ടാവും. ആ സമയത്തും കുട്ടികൾ വളരെ ടെൻസ്ഡായിരിക്കും. അവർക്ക് ദേഷ്യം വരാൻ പെട്ടെന്ന്. അത് പക്ഷേ പുറത്ത് കാണിക്കുമ്പോൾ എന്ത് പറ്റും? അവരുടെ നേരെ വരുന്നത് വിമർശനങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഏത് കോളേജിലാണെങ്കിലും, അതൊരു പ്രൊഫഷണൽ കോളേജ് ആണെങ്കിലും അല്ല ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണെങ്കിലും, ആ കുഞ്ഞിന് തുറന്ന മനസ്സോടു കൂടി പറയാൻ പറ്റുന്നത് ദൈവത്തിനോടാണ്. അത് ഏത് മതക്കാരുമാകട്ടെ. ചിലപ്പോൾ ഒരു മുസ്ലിം പെൺകുട്ടിയാണെങ്കിൽ അവൾക്കൊന്ന് നിസ്കരിച്ച് റബ്ബിനോട് പറഞ്ഞാൽ അവളുടെ മനസ്സ് കുറേയൊക്കെ തണുക്കും. ക്രിസ്ത്യൻ ആണെങ്കിൽ മുട്ടിപ്പായി ഒന്ന് ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചാൽ, ഹിന്ദുവിനാണെങ്കിൽ മനസ്സ് തുറന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചാൽ കുറേയൊക്കെ അവളുടെ മനസ്സ് തണുക്കും. പക്ഷേ അവളുടെ മനസ്സിൽ കുമിഞ്ഞുകൂടുന്ന ആ ദേഷ്യവും വികാരങ്ങളെയും മാറ്റി അത് അവളെ ചിലപ്പോൾ ആത്മഹത്യയിൽ നിന്ന് വരെ മാറ്റി നിർത്താൻ പറ്റും. അപ്പോൾ നമ്മൾ കോളേജ് അധികൃതർ എന്താണ് ചെയ്യേണ്ടത്? ഒരു മെഡിറ്റേഷൻ റൂം, പ്രിൻസിപ്പലിൻ്റെ റൂമിനടുത്തായിട്ട് ഒരു മെഡിറ്റേഷൻ റൂം പണിയുക. കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു അന്തരീക്ഷം. അവിടെ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് നിസ്കരിക്കാനും അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിക്ക് മുട്ടിപ്പായി പ്രാർത്ഥിക്കാനും അല്ലെങ്കിൽ ഒരു ഹിന്ദു കുട്ടിക്ക് കണ്ണടച്ച് അല്പനേരം സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ഈശ്വരനെ മനസ്സിൽ ധ്യാനിക്കാനും സമയം കൊടുക്കുക. ആ സമയത്ത് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഒരുമിച്ച് ആ റൂമിലേക്ക് കടത്തിവിടണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത്രത്തോളം ഫെമിനിസം ഒന്നും എത്തിയിട്ടില്ല. മാത്രമല്ല, കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റുന്ന ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു കൗൺസിലറിനെ ഓരോ കോളേജിലും അല്ലെങ്കിൽ ഓരോ വിദ്യാലയത്തിലും നിയമിക്കുക. ഇത്തരം കാര്യങ്ങളിലൂടെ നമ്മുടെ കുട്ടികളിൽ നല്ല പോസിറ്റീവ് ചിന്തകൾ വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ അവരെ നല്ല പൗരന്മാരായി വളർത്തിയെടുക്കാനും നമുക്ക് പറ്റും. രാജ്യത്തിൻ്റെ മുതൽക്കൂട്ടാകണ്ടേ? വലിയ വലിയ സയൻറ്റിസ്റ്റുകളും വലിയ എൻജിനീയേഴ്സും ഡോക്ടേഴ്സും ജേർണലിസ്റ്റുകളും ഒക്കെ അവരിൽ നിന്നും വരണ്ടേ? നല്ല മാനേജേഴ്സും ഒക്കെ അവരിൽ നിന്നും ഉണ്ടാകേണ്ടതാണ്. ഈ പൂമട്ട് വിടരുന്ന സമയമാണ് അവരുടെ മനസ്സ്. ആ പൂ പല രീതിയിലും നശിച്ചു പോകാൻ നമ്മൾ അനുവദിക്കരുത്. ആ പൂമട്ട് വിടർന്ന് നല്ലൊരു പൂവായി മാറട്ടെ, സുഗന്ധം പരത്തട്ടെ, അവരുടെ മനസ്സിന് ആരോഗ്യം ലഭിക്കട്ടെ. അതിന് വേണ്ട കാര്യങ്ങൾ കോളേജ് അധികൃതർ ചെയ്യണം. അത് ഏത് റിലീജിയനിലുള്ള മാനേജ്മെൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഗവൺമെൻറ് കോളേജ് ആണെങ്കിലും പ്രൊഫഷണൽ കോളേജ് ആണെങ്കിലും ഈവൻ സ്കൂളുകളാണെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തണം. ഓക്കെ.